സി ഹാഫിസ്, കഴിഞ്ഞ ദിവസവും ഇന്നും ഒക്കെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ട് നടന്നത്, ഇന്നലെ സണ്ണി ജോസഫ് അടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയില്ല, പാർട്ടിക്ക് കിട്ടിയിട്ടില്ല, ഒപ്പം തന്നെ നിയമത്തിൻ്റെ വഴിയിലും അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഒരു പിടിവള്ളി. ഇന്ന് താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭീഷണിപ്പെടുത്തി ഗർഭമലസിപ്പിക്കാൻ നടത്തിയ നീക്കവുമായി ബന്ധപ്പെട്ട ഒരു പരാതി താങ്കൾ ഇന്ന് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഇന്ന് പോലീസ് മൊഴിയെടുക്കാൻ വിളിക്കുകയും ചെയ്തു. എന്താണ് ഇന്ന് മൊഴി നൽകിയത്? എന്തൊക്കെയായിരുന്നു ഈ കേസിനാസ്പദമായ സാഹചര്യങ്ങൾ? ദൃശ്യ അച്ചടി മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ അധികാരം ഉപയോഗിച്ച് ഒരു ജനപ്രതിനിധി നടത്തിക്കൊണ്ടിരിക്കുന്ന പെൺവേട്ട. അതിനെക്കുറിച്ച് ഇതുവരെയും ഒരു പരാതി പോലീസിലോ ബഹുമാനപ്പെട്ട കോടതികൾക്ക് മുമ്പിലോ വന്നില്ല എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വ്യത്യാസം എന്താണ് എന്ന് ചോദിക്കുന്നത്, ഇത് ഇര ജീവനോടെ ഉണ്ടോ, ഇര ഭീഷണിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണോ? ഏതായാലും ഇതൊക്കെ ബഹുമാനപ്പെട്ട കോടതികൾ മുമ്പാകെ കേസ് രജിസ്റ്റർ ചെയ്ത് വിചാരണ നടത്തി കുറ്റവാളിയോ നിരപരാധിയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ സമൂഹ മനസ്സാക്ഷിക്ക് മുന്നിൽ കുറ്റവാളിയായി നിൽക്കുന്ന ഒരു വ്യക്തി മാധ്യമ വിചാരണ നില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇത്രയും ഭീമവും ഹീനവുമായ കൃത്യം ചെയ്ത ഒരാൾക്കെതിരെ ഒരു പരാതി വരാത്ത സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആദ്യത്തെ പ്രയർ. ആ പ്രയറിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്കും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി കണ്ടോൺമെൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ മുമ്പാകെ പരിഗണിക്ക് വന്നപ്പോൾ ഇത് കേസ് എടുക്കേണ്ട വിഷയമാണെന്നും അത് BNSൻ്റെ 28 മുതൽ 89 വരെയുള്ള 4 സെക്ഷനുകൾ ആ കേസിൽ നിൽക്കുമെന്നും അങ്ങനെ വന്നാൽ 10 വർഷം വരെ കഠിന തടവ് ഇതിൽ കാരണഭൂതനായ വ്യക്തിക്ക് ലഭിക്കും എന്നും വ്യക്തമായ സാഹചര്യത്തിൽ തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പരാതി നിയമപരിശോധനയ്ക്ക് വിധേയമാക്കി. അതിനുശേഷം നിയമോപദേശം ലഭിച്ചു. നിയമോപദേശം ലഭിച്ചതിന് ശേഷം പരാതിക്കാരനായി എൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴി ഞാൻ കൃത്യമായി തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരം കിട്ടിയത് എവിടെ നിന്നാണ്? മാധ്യമങ്ങളിൽ നിന്ന് മാത്രമാണ് കിട്ടിയ വിവരം. അതിനുശേഷം താങ്കൾ എന്ത് ചെയ്തു? ഞാൻ ഈ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഇതുവരെയും ഒരു പരാതി വന്നില്ല എന്ന് പ്രാഥമികമായി അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കേസിലെ പ്രതിസ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും അയാളുടെ സംരക്ഷകനായ ഷാഫി മാങ്കൂട്ടവും മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തേ പരാതി ഇല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. KPCC പ്രസിഡന്റ് പറഞ്ഞു, അപ്പോൾ ഈ കാര്യത്തിൽ പരാതി വേണം, FIR ഇടണം, പോലീസ് അന്വേഷിക്കണം, അന്വേഷണത്തിൽ നിരപരാധിയെങ്കിൽ നിരപരാധി എന്ന റിപ്പോർട്ട് നൽകണം, കുറ്റവാളിയെങ്കിൽ കുറ്റവാളി എന്ന റിപ്പോർട്ട് നൽകണം എന്ന ഉദ്ദേശത്തോട് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് ഇരയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കേരള സമൂഹത്തിന് അറിയാൻ ബാധ്യതയുണ്ട്. എനിക്കെതിരെ പരാതിയില്ലല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ സീനിയറായ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ, കാരണം 18 വർഷത്തെ സീനിയോറിറ്റി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആ 18 വർഷക്കാലത്തെ പൊതുപ്രവർത്തനം, ചാനൽ ചർച്ചകളിലൂടെ സമൂഹ മനസ്സുകൾ പതിഞ്ഞിരിക്കുന്നൊരു മുഖം, ആ ഘടകം ഒന്നുകൊണ്ട് മാത്രം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന വ്യക്തി MLA എന്ന സ്വാധീനം ഉപയോഗിക്കുന്നു. എൻ്റെ 4 മാസം പ്രായമായുള്ള ഗർഭസ്ഥ ശിശുവിനെ നീ അത് നീക്കം ചെയ്തില്ലെങ്കിൽ തന്തയില്ലാത്ത കുറ്റായി വളരത്തില്ലേ എന്ന് ചോദിക്കുന്നു. നിന്നെ എനിക്ക് കൊല്ലപ്പെടുന്ന നിമിഷങ്ങൾ മതിയെന്ന് ഭീഷണിപ്പെടുത്തുന്നു. നിന്നെ ചവിട്ടിത്തരുമെന്ന് പറയുന്നു. കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വർഷങ്ങൾ ചൊരിയുന്നു. ഇത്രയുമൊക്കെ ഉള്ളൊരു ശബ്ദം കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ പിടിച്ചുലച്ചിട്ടും ഈ പരാതിക്കാരി രംഗത്ത് വന്നിട്ടില്ല എങ്കിൽ ഈ പരാതിക്കാരിയുടെ ജീവന് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ട് തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ശരി ശ്രീ ഹാഫിസ്, ഏതായാലും താങ്കൾ പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, ഇരയുടെ ശബ്ദം കേൾക്കേണ്ടതുണ്ടായിരുന്നു, ഇരയുടെ പരാതി കേൾക്കേണ്ടതുണ്ട്, എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് ആ വെളിപ്പെടുത്തലുകളെന്നും താങ്കൾ പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുക്കുകയും ചെയ്തത്. പക്ഷേ ഇവിടെ ഞെട്ടാത്തത് ഈ കോൺഗ്രസ്സുകാരാണ്.